തോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെ നല്ല സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചീര നല്ല ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തുള്ള വീഡിയോയിൽ എങ്ങനെയാണ് ചീര നടുന്നതെന്നും മറ്റുമുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ അത് കാണാത്തവർക്കായിട്ട് കാർഡ് ഞാൻ ആഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി നമ്മൾ ഈ ചീര തൈ നട്ട് അതൊന്ന് നേരെയായി വരാൻ, ഒന്ന് ബലവത്തായി വരാനൊക്കെ ആയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ടൈം എടുക്കും. ശക്തമായിട്ട് വേരുകളൊക്കെ മണ്ണിലൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചീരത്തൈ നട്ട് 3-ാം പൊക്കം നമ്മൾ ഫാക്ടം ഫോസിൻ്റെ ചെറിയ ക്രിസ്റ്റൽസ് അതിൻ്റെ ചുവടിനോട് ഏകദേശം അടുത്തായിട്ട് ഇങ്ങനെ ചെറിയ കുഴി കുത്തി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫാക്ടം ഫോസ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ ആദ്യത്തെ വളർച്ചാ കാലഘട്ടങ്ങളിൽ വളരെ എസെൻഷ്യൽസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് നൈട്രജനും ഫോസ്ഫറസും സൾഫറും ഒക്കെ അങ്ങനത്തെ ന്യൂട്രിയൻസ് ഒക്കെ ചെടിയുടെ ആദ്യത്തെ വളർച്ചാ കാലഘട്ടങ്ങളിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാക്ടം ഫോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫാക്ടം ഫോസ് ഇട്ട് 3-ാം പൊക്കം ഇട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ചെടിയുടെ വളർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ കറക്റ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ആദ്യത്തെ 3-ാം പൊക്കം ഇട്ടത് 3-4 ഗുളികകൾ മാത്രം ഇതിന് ചുറ്റുമായിട്ട് ഒന്ന് രണ്ടിടങ്ങളിലായിട്ട് ഇങ്ങനെ ഈർക്കിലി കൊണ്ട് കുഴി കുത്തി അതിലാണ് ഇട്ട് കൊടുത്തിരുന്നത്. എന്നാൽ ഈ കറക്റ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റും നല്ല രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫാക്ടം ഫോസിൻ്റെ ഗുളികകൾ ഇങ്ങനെ വിതറി കുറച്ചും കൂടെ മണ്ണും, ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടെ നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ ചെടിക്ക് ആദ്യത്തെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടി നല്ല ബലവത്തായിട്ട് നമ്മുടെ ചീരത്തൈകൾ വളർന്നു വരുന്നത്. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ചീര കൃഷിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവനാണ് കേട്ടോ മെയിൻ ആൾ. അത് മറ്റൊന്നുമല്ല, ഗോമൂത്രമാണ്. ഗോമൂത്രം ഈ ചീര കൃഷിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ചീരകൃഷി ചെയ്ത് പരിചയമുള്ളവരോട് ചോദിച്ചാൽ അറിയാം. അത്രയ്ക്ക് ദ്രുതഗതിയിൽ നല്ല ബലവത്തായിട്ട് ചീരയ്ക്ക് വളർച്ച കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഗോമൂത്രം. അപ്പോൾ ഗോമൂത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 1 കപ്പ് ഗോമൂത്രത്തിന് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് അത് ലയിപ്പിച്ചാണ് നമ്മളിങ്ങനെ ചെടിയുടെ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഗോമൂത്രം അപ്ലൈ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ചെടിയുടെ വളർച്ചയൊന്ന് നോക്കിയേ. ഒരു 3 ഇരട്ടിയോളം ആ ചെടിക്ക് വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ്. നോക്കിയേ എത്രത്തോളം പൊക്കവും ഇലയുടെയൊക്കെ വലിപ്പവും നോക്കിക്കേ. നല്ല രീതിയിൽ അത് വളർച്ച പ്രാപിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഗോമൂത്രം ഒഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള ചെടിയുടെ വളർച്ച കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഗോമൂത്രം തളിക്കുന്ന ദിവസത്തെ ചെടിയുടെ വളർച്ചയും ഇന്നെടുത്ത് നമ്മൾ വീഡിയോയും. അപ്പോൾ ഇതിൽ എത്രത്തോളമാണ് ചെടിയുടെ വളർച്ച വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഗോമൂത്രം ഒഴിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ചെടിയുടെ വളർച്ച ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ചെടികൾ തമ്മിലുള്ള ഗ്യാപ്പ് പോലും ഫില്ലായി ശരിക്കും ഇലകൾ നല്ല രീതിയിൽ വ്യാപിച്ചു. നോക്കിയേ, ചെടികൾ തമ്മിലുള്ള അകലം നോക്കിയേ, അതിൻ്റെ ഹൈറ്റ് നോക്കിയേ, ചെടിയുടെ വളർച്ച നോക്കിയേ. നല്ല ശക്തമായി പെട്ടെന്നൊരു ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് നമ്മുടെ ചീരയ്ക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ ഗോമൂത്രം ഒഴിക്കുന്നതിലൂടെ. ചീര വീട്ടിൽ കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഗോമൂത്രം മിസ് ചെയ്യാതെ യൂസ് ചെയ്യണേ. അപ്പോൾ കൊച്ചു പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്കുള്ള തോരന് വേണ്ടിയിട്ടൊക്കെയുള്ള ചീര നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തില്ല, ഇന്നത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും ചീരയും എല്ലാം നമ്മൾ ഇന്നത്തെ കറിക്ക് വേണ്ടി പറിച്ചെടുത്തു. കാണുമ്പം തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പപ്പാസ് കറി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം നമ്മുടെ സ്വന്തം തോട്ടത്തിലെ പച്ചക്കറി വെച്ചിട്ടാണ് ചീരത്തോരനും വെണ്ടയ്ക്ക പപ്പാസ് കറിയും ചോറും കൂട്ടി വേഗം ഒന്ന് കഴിച്ചേച്ച് വരാം. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.